ഹായ് ഫ്രണ്ട്സ്, തൃശ്ശൂർ ജില്ലയിലെ ഒരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷനായ ചെപ്പാറയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ കൊച്ചു സ്വർഗത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ചേപ്പാറയ്ക്ക് മുകളിൽ കോടമഞ്ഞുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ നേരത്തെ തന്നെ ഞാൻ ചെപ്പാറ എത്തിയിരിക്കുന്നത്. കയറുമ്പോൾ സഹായത്തിനായിട്ട് ഹാൻഡ് റെയിലിംഗ് ഒക്കെ ഉണ്ട് ചെപ്പാറയിൽ. മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ ഇതായിരുന്നു കാഴ്ച. ചുറ്റുമുള്ള മലനിരകളിലൊക്കെ അത്യാവശ്യം കോടമഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദൂരെ ഉള്ള മലനിരകളിലാണ് കൂടുതലായിട്ടും കോടമഞ്ഞുള്ളത്. എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് വെറും 16 കിലോമീറ്റർ അകലെയുള്ള ചെപ്പാറയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. തൃശ്ശൂർക്കാരായ എത്ര സഞ്ചാരികൾ ചെപ്പാറ വന്നിട്ടുണ്ടെന്ന് അറിയില്ല. എങ്കിലും ഇതുപോലെയുള്ള കാഴ്ചകൾക്കൊക്കെ നമ്മളുടെ മനസ്സിലെപ്പോഴും മൂന്നാറും ഊട്ടിയും കൊടൈക്കനാലും ഒക്കെയാണ്. പിന്നെ എല്ലാ കാലത്തും ഇതുപോലെ കോടമഞ്ഞും പച്ചപ്പൊക്കെ ഉണ്ടാവണമെന്നില്ല. നല്ല മഴയും മഞ്ഞൊക്കെ ഉള്ള മാസങ്ങളിൽ വന്നാലാണ് നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റുക. അതും രാവിലെ നേരത്തെ തന്നെ വരണം. 360 ഡിഗ്രി കാഴ്ചകളാണ് ചെപ്പാറ നമുക്ക് തരുന്നത്. ഈ വലിയ പാറയുടെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാം. രാവിലെ വളരെ നേരത്തെ വന്നത് കൊണ്ടാണോ എന്നറിയില്ല, കാര്യമായിട്ട് ആരുമില്ല. ഏറെക്കുറെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ കയറി വന്ന അതിലെ ഇടത്തെ വശത്തേക്ക് തിരിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബെഞ്ചിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ചെപ്പാറയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗം ഈ ഭാഗമാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങ് താഴോട്ട് ഹൈറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഏതാണ്ട് 1 കിലോമീറ്ററോളം നീളമുള്ള ഒരു വലിയ പാറയാണ് ചെപ്പാറ. അതിൻ്റെ മുകളിൽ മുനിയറകളുണ്ട്, ഒരു ചെറിയ തടാകമുണ്ട്. നമുക്ക് ഈ കാണുന്ന വരകൾ കണ്ടില്ലേ, ഇത് ഓഫ് റോഡിങ്ങിനും ബൈക്കിങ്ങിനൊക്കെ വരുന്ന ആൾക്കാർ വരെ സഞ്ചരിക്കുന്ന പാതയാണ്. അപ്പോൾ പാറയുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് കയറിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വരാം. ചെപ്പാറയിലെ പുലരി വളരെ രസകരമാണ്. ചുറ്റുമുള്ള മലനിരകളും ഈ കോടമഞ്ഞും പിന്നെ പൂക്കളും ചെടികളും പിന്നെ അനേകം പക്ഷികളും. ബേർഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ്. സമയം പോണതറിയില്ല. നല്ല രസമാണ് ബേർഡ്സിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കാൻ. ഈയിടെ ഈ സൈക്ലിങ്ങുകാരുടെ ഒരു ഇഷ്ട ഡെസ്റ്റിനേഷനായിട്ട് ചെപ്പാറ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെപ്പാറയിലെ ഏറ്റവും ഉയരമുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടേക്കൊന്ന് പോയി നോക്കാം അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന്. ഇവിടെ നല്ല ഭംഗിയാണ്. കുറേയധികം മലനിരകളും മഞ്ഞും ഒക്കെ കാണാൻ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ. ഇവിടെ നിന്ന് നമുക്ക് സമീപത്തെ ഗ്രാമങ്ങളും അതുപോലെ തന്നെ വയലുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ആകാശക്കാഴ്ച കൂടി ഒന്ന് കണ്ടു നോക്കിയാലോ. എന്ത് ഭംഗിയാണ് നോക്ക് നമ്മുടെ ഗ്രാമങ്ങളൊക്കെ കാണാൻ. ചുറ്റും പച്ചപ്പും പാടങ്ങളും കോടമഞ്ഞും. ഇതിനൊക്കെ ഇടയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മുടെ ചെപ്പാറ. ഏറെക്കുറെ പരന്ന രീതിയിൽ തന്നെയാണ് ചെപ്പാറയുടെ മുകൾ വശം. പച്ച നിറത്തിൽ വട്ടത്തിൽ കാണുന്നതാണ് മുനിയറകൾ. ഈ കാണുന്ന വെള്ളം തടാകവും. ഇനി നമ്മൾക്ക് മുനിയറയുടെ അടുത്തേക്ക് പോകാം. ശിലായുഗ സ്മാരകങ്ങളായിട്ടാണ് മുനിയറകളെ കാണുന്നത്. ഏതാണ്ട് 2 മുനിയറകളുടെ ശേഷിപ്പുകളെ ഇപ്പോൾ കാര്യമായിട്ട് നിലവിലുള്ളൂ. ഇതിനകത്ത് ചെറിയൊരു ഗുഹ പോലെയും അതിന് മുകളിലായി കല്ലുകൾ അടക്കി വെച്ച രീതിയിലാണ് മുനിയറകൾ കാണപ്പെടുന്നത്. ശിലായുഗ കാലത്ത് ഇവിടെ മുനിമാർ തപസ്സിരുന്നിരുന്നു എന്നതാണ് വിശ്വാസം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വലിയ ഉത്സവവും മറ്റും നടന്നിരുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നിലവിലിപ്പോൾ ഇവിടെ അങ്ങനെ ഉത്സവങ്ങളോ മറ്റോ ഒന്നുമില്ല. ചരിത്ര അന്വേഷികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ചെപ്പാറ. അപ്പോൾ ഇനി നമുക്ക് തടാകത്തിലേക്ക് പോകാം. തടാകം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ നീർച്ചാൽ. അതിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തെ ഒരു ചെറിയ തടയണ സ്ഥാപിച്ച് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. മഴയുള്ളപ്പോഴൊക്കെയാണ് കാര്യമായിട്ട് വെള്ളം ഇവിടെ ഉണ്ടാവുള്ളൂ. വേനൽക്കാലത്ത് ഏതാണ്ട് വറ്റി വരേണ്ട അവസ്ഥയിലായിരിക്കും. എന്തായാലും ഈ വലിയ പാറയുടെ മുകളിൽ ഇങ്ങനെ ഒരു തടാകം
വളരെ ആകർഷണമാണ്. ഈ തടാകത്തിനടുത്ത് ചെറിയൊരു കളിസ്ഥലമുണ്ട്. ഇവിടുത്തെ നാട്ടുകാരായ കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഒരു ചെറിയ ഗ്രൗണ്ട്. ഇന്ന് വളരെ മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയാണ്. നമുക്ക് നല്ല ക്ലിയർ സണ്ണി ആയിട്ടുള്ള ഒരു ദിവസം കൂടി ഇവിടെ വരണം. ചേപ്പാറയുടെ സൗന്ദര്യം മുഴുവനായി കാണണമെങ്കിൽ ആകാശക്കാഴ്ച തന്നെ കാണണം. മലനിരകൾക്കിടയിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന ചേപ്പാറ, അത് മുകളിൽ നിന്ന് നോക്കിയാൽ തന്നെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. മുനിയറകളും തടാകവും. ഇത്ര സുന്ദരമായൊരു സ്ഥലം എങ്ങനെ ഇത്ര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനായി അധികം ആൾക്കാരൊന്നും ശ്രദ്ധിക്കാതെ കിടക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ സമീപ വർഷങ്ങളിലൊക്കെ സർക്കാർ പലവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ മുറയ്ക്ക് ചെപ്പാറയ്ക്ക് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് വരികയും കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ചെപ്പാറ നല്ല ഭംഗിയാണ് കാണാൻ. ഓരോ വശത്ത് നോക്കുമ്പോൾ നമുക്ക് ഓരോ രൂപമാണ് നമ്മുടെ ചെപ്പാറയ്ക്ക് കാണുന്നത്. പലപ്പോഴും ചെപ്പാറ വന്നിട്ടുണ്ടെങ്കിലും റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെപ്പാറയുടെ ഈ രൂപമൊന്നും ഒരിക്കലും കാണാൻ കഴിയാറില്ല. ആകാശകാഴ്ച തന്നെയാണ് ചെപ്പാറയെ നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ മഴയും മഞ്ഞുമൊക്കെ ഉള്ള മാസങ്ങളിൽ രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സുന്ദര കാഴ്ചകൾ നമ്മൾക്ക് ചേപ്പാറ തരും. ഇന്നിനി സൂര്യൻ ക്ലിയറായി നീല ആകാശവും വെള്ളിമേഘങ്ങളൊന്നും വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ പോവുകയാണ്. പക്ഷേ ഉടനെ തന്നെ ഒരു ക്ലിയർ സണ്ണി ഡേ ഞാൻ തിരിച്ചു വരും. അങ്ങനെ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ചേപ്പാറയ്ക്ക് വന്നു. ഇന്ന് അന്നത്തെ പോലെ മൂടിക്കെട്ടിയ അന്തരീക്ഷമൊന്നുമല്ല, നല്ല നീല ആകാശവും വെള്ളി മേഘങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമാണെന്ന്. കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തേക്കാണ് ഇന്ന് ഞാൻ പോയത്. വെറും 4 ദിവസത്തെ വ്യത്യാസത്തിൽ ഒരേ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി മാറിയത് കണ്ടില്ലേ? അന്നൊരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു, ഇന്ന് നല്ല കളർഫുള്ളാണ്. ഇതുകൊണ്ടാണ് ഒരേ സ്ഥലം പല കാലാവസ്ഥകളിൽ പല സമയങ്ങളിൽ പോയി സന്ദർശിക്കാൻ എനിക്ക് താല്പര്യം. അപ്പോഴേ നമുക്ക് ആ സ്ഥലത്തിൻ്റെ ഭംഗി പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സംഗതി കളർഫുള്ളാണെങ്കിലും നല്ല അടിപൊളി ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഉച്ച സമയത്തൊക്കെ ഇവിടെ വരികയാണെങ്കിൽ കുട മസ്റ്റാണ്. എന്ന് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളത്ര എൻജോയ് ചെയ്യില്ല, പക്ഷെ നല്ല കാറ്റാണ്, നല്ല കാഴ്ചകളും നല്ല കാറ്റുമാണ്. ചേപ്പാറയിൽ നിന്നും വെറും 5 കിലോമീറ്ററിനകത്താണ് പൂമല ഡാമും പത്താഴക്കുണ്ട് ഡാമും. പൂമല ഡാം അത്യാവശ്യം പ്രസിദ്ധമാണ്, തൃശ്ശൂർക്കാരെന്തായാലും അറിഞ്ഞിരിക്കുന്ന ഒരു ഡാമായിരിക്കും. പക്ഷെ പത്താഴക്കുണ്ട് ഡാം അത്ര ഫേമസ് അല്ല. പത്താഴക്കുണ്ട് ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ വലുതാണ്, ഡാം ചെറുതാണെങ്കിലും കാച്ച്മെൻ്റ് ഏരിയ വലുതാണ്. ഈ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൻ്റെ ഒരു ടൂറിസം ഇടനാഴി പദ്ധതി പ്ലാനിലുണ്ട്. അതിൽ പൂമല ഡാം, പത്താഴക്കുണ്ട് ഡാം, ചെപ്പാറ, പിന്നെ അടുത്തുള്ള വാഴാനി ഡാം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തിനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ തടാകത്തിൽ ആകാശത്തെ ആ വെള്ളി മേഘങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ഭംഗിയാണ് നോക്കൂ, നല്ല രസമുണ്ട്. നിലവിൽ ഇവിടേക്ക് കയറാൻ വേണ്ടി നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, പക്ഷേ ഉടനെ തന്നെ അതൊക്കെ നിലവിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഓഫ് റോഡിങ് ബൈക്കുകളൊക്കെ കയറാൻ പറ്റുമോ എന്നുള്ളതും സംശയമാണ്. അതുപോലെ തന്നെ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് ചെപ്പാറയിലെ അസ്തമയം. രാവിലെയും വൈകുന്നേരവുമാണ് ചെപ്പാറ സന്ദർശിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ അതിസുന്ദരമായ ഒരു സ്ഥലമാണ് ചെപ്പാറ. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ വന്ന് കാണണം, ആസ്വദിക്കണം.